നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിലെ മൂന്നാമത്തെ അടിസ്ഥാന കർമ്മം 5 അർക്കാനുകളിൽ അർക്കാനുൽ ഇസ്ലാം 5 നിങ്ങൾക്കൊക്കെ അറിയാം. അതിൽ മൂന്നാമത്തെ വിഷയമാണ് സക്കാത്ത്. നിങ്ങളുടെ കയ്യിലെ 5 വിരലിൽ മൂന്നാമത്തെ വിരൽ പരിശോധിച്ച് നോക്കിയാൽ അത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. നിസ്കാരം രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യമായ സക്കാത്ത് ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നു. അത് ഉയരം കൂടുതലാണ്. ആദ്യമായി നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്നത് അതാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നിസ്കാരം നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ സമുദായത്തെ തിരിച്ചറിയാൻ, നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഗുണം ആകുന്നു നിസ്കാരം. അത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കപ്പെടുന്ന സമയത്ത് 27 ഇരട്ടിയാണ് നിസ്കാരത്തിന് പറഞ്ഞിട്ടുള്ള പ്രതിഫലം. അതും നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ സക്കാത്തിൻ്റെ പ്രതിഫലമോ? സക്കാത്തിൻ്റെ പ്രതിഫലം 27ഉം 100ഉം 200ഉം അതിലൊന്നും ഒതുങ്ങുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് അതിനൊരു കണക്കുമില്ല എന്നാ. ആദ്യം ഒരു കണക്ക് പറഞ്ഞു. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്ന, അത് ഐച്ഛിക ദാനധർമ്മങ്ങൾ പോലും, വെറുതെ കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, അതുപോലും ഇതിൽപ്പെട്ടു. അപ്പം പിന്നെ സക്കാത്തിൻ്റെത് പറയണോ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്നവൻ്റെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു നെല്ലിൻ്റെ വിത്ത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഗോതമ്പിൻ്റെ വിത്ത് പോലെയാണ്. ആ വിത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫീ കുല്ലി സുംബുലത്തിൻ അംബതത് സബ്അ സനാബില. ആ വിത്ത് ഇങ്ങനെ പൊട്ടിമുളച്ചാൽ അതിൽ 7 കൊലകളുണ്ടാകും. 7 കുലകളുണ്ടാകുന്ന ഒരു വിത്താണ്. കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില. 7 കുലകളുണ്ടാകുന്ന ഒരു വിത്ത്. ഒരു കുലയിൽ എത്രയാണ്? ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഓരോ കുലയിലും 100 മണികൾ വേറെയുണ്ട്. അപ്പോൾ 7 × 100 എത്രയായി? 700ആയി. നിസ്കാരത്തിന് പറഞ്ഞിട്ടുള്ളത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ 27 ഇരട്ടിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് ലഭിക്കുന്നത് 700 ഇരട്ടിയാണ്. പക്ഷേ 700 ഇരട്ടിയൊന്നും തീർത്ത് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇനിയും ഇരട്ടിയാക്കിയിട്ട് 10 മടങ്ങാക്കി അതിൻ്റെയും മടങ്ങുകളാക്കി കൊടുക്കും. അപ്പം ചുരുങ്ങിയതാണ് 700. ഏറ്റവും ചുരുങ്ങിയത് 700ആണ്. മേലെ പോയാൽ എത്ര എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അത് അവനവൻ്റെ മനസ്സിലെ ഇഖ്ലാസും അവൻ്റെ കർമ്മശേഷിയും അവൻ്റെ ദൈവഭക്തിയും അപേക്ഷിച്ചിരിക്കുന്ന വിഷയമാണ്. അതാണ് സക്കാത്തിൻ്റെ പ്രാധാന്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ചുരുക്കിയാണ് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നും അത് ചുരുക്കി തന്നെ പറയേണ്ട അവസ്ഥയിലാണുള്ളത്.
സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ പറ്റി അവർ സത്യനിഷേധികളാണ് എന്ന നിലക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. സക്കാത്ത് കൊടുക്കാത്തവനെ മുസ്ലിമിൻ്റെ ലിസ്റ്റിൽ പോലും പെടുത്താൻ സാധിക്കാത്ത വിധത്തിലാണ് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നരകക്കാരായ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ ഈ നരകത്തിൽ ചാടിപ്പോയതെന്തുകൊണ്ടാണ് എന്ന് നരകത്തിൽ കിടക്കുന്ന ആളുകളോട് സ്വർഗാവകാശികൾ ചോദിക്കുമ്പോൾ നരകക്കാർ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, അഥവാ ഞങ്ങൾ കാഫിരീങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം അവർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കുഫറിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, മതനിഷേധത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. വേറെ സ്ഥലത്ത് അല്ലാഹു തആല പറയാണ്, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുമ്പോൾ അവൻ പറയും, ഈ കിതാബ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എൻ്റെ വിചാരണ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാളിയ മാ അഗ്നാ അന്നി മാലിയ, എൻ്റെ സമ്പത്തൊന്നും എനിക്ക് ഒരു ഉപകാരവും ചെയ്തില്ല. ഞാൻ കെട്ടിപ്പൂട്ടി ഉണ്ടാക്കി വെച്ച പണം ഞാൻ സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ? പല മുസ്ലിയാക്കന്മാരും പലതും പറഞ്ഞു. സക്കാത്ത് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പല പ്രസംഗങ്ങളും കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ തന്ത്രപരമായി കർമ്മശാസ്ത്രത്തിൻ്റെ ചുളിവുകളും പഴുതുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൊടുത്തില്ല. അല്ലെങ്കിൽ 1000 കൊടുക്കേണ്ടടുത്ത് ഞാൻ 500 കൊടുത്ത് ചുരുക്കിക്കളഞ്ഞു. അതുകൊണ്ട് ആ സക്കാത്ത്, ആ സമ്പത്തൊന്നും മാ അഗ്നാ അന്നി മാലിയാ, ആ സമ്പത്തൊന്നും എനിക്ക് ഇന്ന് ഉപകരിക്കുന്നില്ല. ഹലക അന്നീ സുൽത്താനിയ, എൻ്റെ അധികാരം മുഴുവനും നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് എന്താണ്? മലക്കുകളോട് അള്ള പറയാണ്, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു, അവനെ പിടിച്ച് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലൂഖൂഹു, 70 വട്ടക്കണ്ണികളുള്ള ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് തള്ളാൻ വേണ്ടി പറയൂ. എന്താ കാരണം പറഞ്ഞത് അല്ലാഹു തആല? എന്തിനാണ് അവനെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നത്? അതിൻ്റെ കാരണം തൊട്ടുശേഷമല്ല പറയുന്നു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അവൻ അള്ളാഹുവിൽ വിശ്വാസമുള്ളവനായിരുന്നില്ല, കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാരണം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവനായിരുന്നില്ല. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനായിരുന്നില്ല എന്നല്ല പറഞ്ഞത്, കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നവനായിരുന്നില്ല. കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കാൻ പ്രേരിപ്പിക്കും വേണം. നമ്മളെ കയ്യിലുള്ള കാശ് കൊടുക്കണം, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പ്രേരിപ്പിക്കണം. പ്രേരിപ്പിക്കുന്നതിനാണ് സംഘടിത രീതി എന്ന് പറയുന്നത്. സംഘടിത രീതി, നാട്ടിലെല്ലാവരും കൂടി വിളിച്ചിട്ട്, നമ്മളെ നാട്ടിൽ കുറച്ച് പാവപ്പെട്ടവരുണ്ട്, അവർക്കൊരു ചാരിറ്റി ബോക്സ് വേണം, നിങ്ങളെല്ലാവരും എടുക്കി, എല്ലാവരും കൂടി എടുത്താൽ ഈ നാട്ടിലെ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. പ്രേരണയാണ് ആധുനിക കാലത്തുള്ള സോഷ്യൽ ചാരിറ്റി വർക്കുകളുടെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. വേറൊരു സ്ഥലത്ത് അള്ള പറയുന്നു, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ ത്വആമിൽ മിസ്കീൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആയത്തുകൾ കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനുമാത്രം ഈ സക്കാത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും വിഷയം വളരെ വലിയ അളവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പണക്കാരൻ്റെ ഔദാര്യമായിട്ടല്ല അല്ലാഹു തആല കണ്ടിട്ടുള്ളത്, പാവപ്പെട്ടൻ്റെ അവകാശം തന്നെയാണത്. ത്വആമുൽ മിസ്കീൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ത്വആമുൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം എന്നാണ് പറഞ്ഞത്, മുതലാളിൻ്റെ ഭക്ഷണമല്ല. മുതലാളിയുടെ ഭക്ഷണം പാവപ്പെട്ടവന് കൊടുക്കൂ എന്നല്ല പറഞ്ഞത്, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം പാവപ്പെട്ടവന് കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ കാണാൻ കഴിയും. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. ഈ ത്വആമിൽ മിസ്കീൻ എന്നല്ല പറഞ്ഞത്, ത്വആമുൽ മിസ്കീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ സൂറത്തു ദാരിയാത്തിൻ്റെ 19 അല്ലാഹു പറയുന്നു, വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. വിശ്വാസികളുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, അവരുടെ സമ്പത്തിലുണ്ട് എന്തുണ്ട് എന്നാണ് പറഞ്ഞത്? ഹഖ്ഖുൻ, അവകാശമുണ്ട്. ആർക്ക്? ലിസ്സായിലി, ചോദിച്ചു വരുന്നവർക്ക്. ഞാനൊരു മുതലാളിയുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റുമോ പറ്റൂല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഞാൻ ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ ഒരു വിഹിതം എൻ്റെ അവകാശമാണ്, അതിങ്ങ് തരണം.
അള്ളാഹു ഖുർആനിൽ പറയാണ് ഹഖുൻ, അവകാശമുണ്ട്. നിന്റെ ഔദാര്യം ചോദിച്ചുകൊണ്ടല്ല വന്നത്. അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അവകാശം, അവൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള അവകാശം, അത് നിന്റെ സ്വത്തിലുണ്ട്. ഹഖുൻ ലിസ്സായിലി, ചോദിക്കുന്നവന്, വൽ മഹ്റൂം, ജീവിതമാർഗം തടയപ്പെട്ടവന്, കച്ചവടം ചെയ്യാൻ കഴിയില്ല, കൃഷി ചെയ്യാൻ ഭൂമിയില്ല, അങ്ങനെയുള്ള കഴിവുകളും യോഗ്യതയും ഇല്ലാത്ത, അന്നം തടയപ്പെട്ടവന്, ചോദിച്ചു വരുന്നവന് അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിയാത്തിൻ്റെ 19 പറയുകയാണ്. അതേ ആശയം സൂറത്തുൽ മാരിജിൻ്റെ 24-25 അല്ലാഹു പറയുന്നു, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ജീവിത ഉപാധികൾ തടയപ്പെട്ടു പോയ ആളുകൾക്കും അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട്. വേറൊരു സ്ഥലത്ത് കാണാൻ കഴിയും, വആതിദൽ ഖുർബ ഹഖ്ഖഹു വബ്നസ് സബീൽ, അവകാശം കൊടുക്കുന്ന പറഞ്ഞത്. പാവപ്പെട്ടവന് അവൻ്റെ അവകാശം കൊടുക്കൂ. വാത്തി, നൽകണം. ദൽ ഖുർബ, കുടുംബക്കാരനായ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഹഖ്ഖഹു, അവൻ്റെ അവകാശം. വൽ മിസ്കീന, ദരിദ്രനായ ആളുകൾക്കും അവൻ്റെ അവകാശം കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. വബ്നസ് സബീൽ, യാത്രക്കാരനായ ആളുകൾക്ക് അവൻ്റെ അവകാശം കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. സൂറത്ത് അർ-റൂമിൻ്റെ 38 അല്ലാഹു പറയാണ്, ഫആതി ദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇങ്ങനെ പരിശുദ്ധ ഖുർആന്റെ പല ഭാഗങ്ങളും എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. വേറൊരു സ്ഥലത്ത് കാണാൻ കഴിയും, വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, കർഷകരോടാണ് ഇത് പറയുന്നത്. വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, നിങ്ങൾ വിളവെടുപ്പ് നടത്തുന്ന ദിവസം നിങ്ങളുടെ കൃഷിയുടെ വിളവിൽ നിന്ന് അവകാശം കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റൂല. ഞാൻ എൻ്റെ ഔദാര്യമായിട്ട്, ഞാൻ വലിയ ആളായിട്ട് ഇങ്ങനെ ഓന് ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ഓൻ അടുത്ത മാസം വന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് കൂപ്പുക കാണിക്കും, അല്ലെങ്കിൽ ഓൻ എൻ്റെ വേലപ്പണിയെടുക്കും. അല്ല, ഓൻ നിങ്ങളെ വേലപ്പണിയെടുക്കാനുള്ളവനല്ല. അവൻ നിങ്ങളെപ്പോലെ ഒരു പൗരനാണ്. നിങ്ങളെ സ്വത്തിൽ 1% നിങ്ങളുടേതല്ല, അത് മറ്റുള്ള ചില ആളുകളുടെ അവകാശമാണ്. അങ്ങനെ തന്നെ നീക്കി വെക്കണം. എത്ര സ്ഥലത്ത് അവകാശം എന്ന് പറഞ്ഞത്? ഔദാര്യം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാൻ്റെ ഔദാര്യം എന്നാണ് പറഞ്ഞത്. ഔദാര്യം അള്ളാഹുവിൻ്റെതാണ്, മുതലാളിയുടേതല്ല. എത്രയോ സ്ഥലത്ത് കാണാൻ കഴിയും ഔദാര്യം. വബ്തഗൂ മിൻ ഫളില്ലാഹ് ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫംതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. എന്തിന്? വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യം ആവശ്യപ്പെട്ടുകൊണ്ട്. ഔദാര്യം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, മുതലാളിയല്ല. ഹജ്ജിനെ പറ്റി പറഞ്ഞു, പരിശുദ്ധ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളൻ മിർ റബ്ബിക്കും. ഔദാര്യമാണ് അത്, അല്ലാഹ് തരുന്ന ഔദാര്യമാണ് സമ്പത്ത്, മുതലാളിമാരുടെ ഔദാര്യമല്ല. മുതലാളിമാരോട് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത് അവകാശം കൊടുക്കൂ എന്നാണ്. എന്നാൽ അള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മൾ ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കുന്ന സമയത്ത് സന്താനങ്ങൾ ലഭിക്കുന്നത് അള്ളാഹിൻ്റെ ഔദാര്യമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അങ്ങനെ ഔദാര്യമായി കിട്ടുന്നത്, ഭൂമിയിൽ നിന്ന് കൃഷിയായി കിട്ടുന്നത്, ഇതൊക്കെ അള്ളാഹിൻ്റെ ഔദാര്യമാണ്. അള്ളാഹ് വിചാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തേങ്ങ കൊലക്കുമോ? നിങ്ങളെ കച്ചവടം ലാഭകരമാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അള്ളാഹു തന്നിട്ടുള്ള ഔദാര്യത്തിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശം വേർതിരിച്ചു കൊടുക്കണമെന്ന് വളരെയധികം തവണ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സക്കാത്ത് കൊണ്ടുള്ള പല ഉദ്ദേശങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുതലാളിമാരുടെ പിശുക്ക് എന്ന് പറയുന്ന ദുർഗുണം ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കണം. സമ്പത്ത് കെട്ടിപ്പൂട്ടി ഇവിടെ തികഞ്ഞവരാരാ? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനെ നിങ്ങളെടുത്ത് നോക്കി, മൂപ്പർക്കുണ്ട് കുറേ പോരായ്മകൾ, മൂപ്പർക്കുണ്ട് കുറേ ഉദ്ദേശങ്ങൾ നിറവേറാൻ. മൂപ്പരും പറയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണമെന്ന്, ഏറ്റവും വലിയ കോടീശ്വരന്മാർ. അപ്പോൾ എല്ലാ ഉദ്ദേശങ്ങളൊന്നും നിറവേറി കിട്ടുകയില്ല. ഇത് മനുഷ്യൻ്റെ പിശുക്ക് എന്ന സ്വഭാവം, മുതലാളിമാരുടെ പിശുക്ക് എന്ന സ്വഭാവത്തെ ഹൃദയത്തിൽ നിന്ന് പറിച്ച് പിഴുതെറി എറിയാൻ വേണ്ടിയാണ്, അതിനുള്ള ട്രെയിനിങ് ആണ് സക്കാത്ത്. രണ്ടാമത്തത് പാവപ്പെട്ടവൻ്റെ മനസ്സിലുള്ള അസൂയയും പകയും, അത് നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. കാരണം ഇവിടെ കുറേ മുതലാളിമാരുണ്ടാവും, അതുപോലെ കുറേ പാവപ്പെട്ടവരുണ്ടാവും. ഈ പാവപ്പെട്ട ആളുകൾക്ക് മുതലാളിമാരുടെ സമ്പത്ത് കാണുമ്പോൾ, അവരുടെ കച്ചവടം കാണുമ്പോൾ, അവരുടെ കൃഷിയിടം കാണുമ്പോൾ അവർക്ക് മനപ്രയാസം ഉണ്ടാകും, സ്വാഭാവികമാണ്. പകയുണ്ടാകും, വിദ്വേഷമുണ്ടാകും, അസൂയ ഉണ്ടാകും, കണ്ണുകടി ഉണ്ടാകും. അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണം. ഇതൊക്കെ മാനസിക തകരാറുകളാണ്. മുതലാളിയുടെ മനസ്സിന് തകരാറുണ്ട്,
തൊഴിലാളിയുടെ മനസ്സിനും തകരാറുണ്ടാകും. ഈ തകരാറൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ സമൂഹത്തിൽ സന്തുലിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു. സ്വത്തിനെ ശുദ്ധീകരിക്കൽ മാത്രമല്ല, മനസ്സിനെ ശുദ്ധീകരിക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കണം, സമൂഹത്തിൻ്റെ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളെയും ശുദ്ധീകരിച്ച് എടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്കാത്ത് കൊടുക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ വളരെ അപകടമാണ്. നമ്മൾ ഒരു മനുഷ്യൻ മരിച്ച് മയ്യത്ത് പള്ളി കൊണ്ടുപോയി വച്ചാൽ അവസാനം വന്നിട്ടോ എന്ന് പറയും മക്കളോ, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദുമാരാരെങ്കിലും പറയും മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കാണ്, ആരെങ്കിലുമൊക്കെ ഇനി ഇയാൾ കടം വാങ്ങിയതോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പറയണം എന്ന് പറയും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മയ്യത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മയ്യത്ത് കൊടുത്തു വീട്ടാനുള്ള സക്കാത്ത് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആരും പറയില്ല, കാരണം മാനക്കേടാണ്. ഇയാൾ സക്കാത്ത് കൊടുത്തില്ല എന്ന് ഇവിടുന്ന് പറയാം. എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, വാപ്പ വലിയ മുതലാളിയായിരുന്നു, സക്കാത്ത് കൊടുത്തിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം എന്ന് പറയാൻ നട്ടലുള്ള ആരാണുള്ളത് ഇവിടെ? ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെ സന്താനങ്ങൾ പോലും സക്കാത്ത് വാങ്ങാൻ വേണ്ടി ആളുകളോട് അറിയിപ്പ് നടത്തുകയില്ല. പരലോകത്ത് നിങ്ങളെ പിടികൂടും. കടം പോലെയല്ല സക്കാത്ത്. അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം ഒരു പക്ഷേ അള്ളാഹു ഇളവ് കൊടുത്തേക്കാം. നിസ്കരിക്കാതെ ഒരുത്തം മരിച്ചുപോയി, ഒരു കുരുത്തം കെട്ടവൻ, അള്ള പുറത്തു കൊടുത്തേക്കാം. നോമ്പ് അത് എനിക്കുള്ളതാണ്. അസ്സൗമുലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ കൂലി ഞാനാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ നോമ്പിൽ വല്ല തകരാറുമുണ്ടായി, ചിലപ്പോൾ നോമ്പ് നോൽക്കാതെ മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പുറത്തു കൊടുത്തേക്കാം. അള്ളാഹു ഗഫൂറുൻ റഹീമുമാകുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സക്കാത്ത് കൊടുക്കാതെ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾക്ക് മാപ്പ് തരാൻ അള്ളാഹു മാത്രം മതിയാവുകയില്ല. കാരണം അത് അള്ളാൻ്റെ മാത്രം അവകാശമല്ല, അടിയാറുകളുടെ അവകാശമാണ്. നിങ്ങളെ നാട്ടിൽ ജീവിച്ചിരുന്ന യതീമായ കുട്ടിയുണ്ട്, ദരിദ്രനായിരുന്നു, നിങ്ങളെ നാട്ടിൽ കടം കൊണ്ട് വലഞ്ഞവനുണ്ടായിരുന്നു, രോഗം കൊണ്ട് ഹോസ്പിറ്റലിലായി, വീടും പറമ്പും പണയം വെച്ചുകൊണ്ട് തൊലഞ്ഞു പോയവരുണ്ടായിരുന്നു. അവൻ്റെ അവകാശമാണ് നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചത്. അവൻ പരലോകത്ത് വന്ന് പറയും, പടച്ചവനെ ഞാൻ കഞ്ചാവ് കച്ചവടക്കാരനായിപ്പോയി, പടച്ചവനെ ഞാൻ തട്ടിപ്പ് നടത്തുന്നവനായിപ്പോയി, കാരണം ഞാൻ പാവപ്പെട്ടവനായിരുന്നു, ജീവിക്കാൻ ഉപാധിയില്ലായിരുന്നു, ഹറാമായ ബിസിനസ്സിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു, പലിശ കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? എൻ്റെ നാട്ടിലെ മുതലാളിമാരെന്നെ പരിഗണിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം താറുമാറായിപ്പോയത് ഈ മുതലാളിമാരെ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അള്ളാൻ്റെ മാതിരിയല്ല മനുഷ്യന്മാർ. അള്ളാഹു ഗഫൂറുൻ റഹീമാണ്. അള്ളാഹുവിൻ്റെ നിസ്കാരം അത് വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിൻ്റെ നോമ്പ് വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം അള്ളാഹുവിനുണ്ട്. പക്ഷേ നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ ഇവിടെ നിന്ന് പോയാൽ പരലോകത്ത് വെച്ച് എൻ്റെയും നിങ്ങളുടെയും ചങ്കിന് പിടിക്കുന്നത് ഈ സക്കാത്ത് ലഭിക്കേണ്ടിയിരുന്ന അവകാശികളാണ്. ആ അവകാശികളുടെ ജീവിതം തൊലഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് മര്യാദക്ക് രോഗത്തിന് ചികിത്സ നടത്താൻ പറ്റിയിട്ടില്ല, അവർക്ക് മര്യാദക്ക് ഒരു വീടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അവരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടില്ല, അവർക്ക് പോഷകാഹാരം കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പല തകരാറുകളും അവർക്ക് പറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭൗതിക തകരാറ് പറ്റിയപ്പോൾ ആ കാരണം കൊണ്ട് അവരെ ദീനിന് പോലും തകരാറ് പറ്റിയിട്ടുണ്ട്. പൈസ ഇല്ല ഞാൻ ദീന് പോവും. ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈസ ഇല്ലാത്തവൻ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി കഞ്ചാവ് വിറ്റിട്ടെങ്കിലും ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അങ്ങനെ ഒരു ഗതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ നാട്ടിലെ സമ്പന്നരായ ആളുകൾക്കുണ്ട്. അത് പൊരുത്തപ്പെട്ടു കൊടുക്കേ. അള്ളാഹു തആല അത് പൊരുത്തപ്പെട്ടു കൊടുക്കൂല. കാരണം അത് അള്ളാൻ്റെ അവകാശമല്ല, അത് സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹു കൈവിട്ട് കൊടുത്തിട്ടുള്ള അവകാശമാണ്. അത് കൊടുത്തു വിട്ടണം. അതുകൊണ്ട് മരിച്ചാലും ഇത് പെരടിന്ന് വേറിടൂല എന്നുള്ള കാര്യം എൻ്റെ സംസാരം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധയിലിരുത്തണമെന്ന് മാത്രം അതിൻ്റെയൊക്കെ ഒരു ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇത് തമാശയും കളിയൊന്നുമല്ല. ദ്വാരന ഉത്തരം കൂടി കിട്ടൂല. നമ്മൾ സക്കാത്ത് കൊടുക്കാതെ പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇറന്ന് കുറേ ഫുൾ ടൈം പള്ളിയിലാണ്, ഇഅ്തികാഫും തഹജ്ജുദും എല്ലാ പരിപാടിയും ഉണ്ട്. ഖുർആൻ ഇങ്ങനെ ഖത്തം തീർക്കാണ്. പക്ഷേ നിങ്ങളെ നിസ്കാരവും നിങ്ങളെ നോമ്പും നിങ്ങളെ ഖുർആൻ പാരായണം ഈ എല്ലാം വെള്ളത്തിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെപ്പറ്റി പറയുകയാണ്, വദക്കറ റജുല യുതീല സഫർ, നീണ്ട യാത്ര നടത്തുന്ന ആളുകളുണ്ട്. നമ്മൾ പറയല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ യാത്രയാണ്. ഓന് താടിയും മുടിയും ഒക്കെ ചടകുത്തി, ഓന് കുളിക്കാനും വൃത്തിയാക്കാനും ഒന്നും സമയമില്ല. ഓൻ ഇങ്ങനെ യാത്രക്കാരനാണ്. യാത്രക്കാരൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്.
യാത്ര അവസാനിക്കുന്നത് വരെ ദുആ എന്നാൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ് യാത്ര. അങ്ങനെയുള്ള ഒരാളെ പറ്റി അല്ലാഹ് പറയാണ്, ഓ ഭയങ്കര യാത്രക്കാരനാണ്. എന്നിട്ടോ അങ്ങനെ പറയും, യമുദ്ദു യദഹു ഇലസ്സമായി യാ റബ്ബി യാ റബ്ബ്, ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ചോനെ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് സ്വർഗം വേണം, എൻ്റെ അസുഖങ്ങൾ സുഖപ്പെടുത്തി തരണം, എൻ്റെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരണം. ഇവൻ ഇങ്ങനെ റസൂലുള്ള പറയാണ് യാ റബ്ബി എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. ഓൻ്റെ സാപ്പാട് ഹറാമാണ്, ഓൻ്റെ പാനീയങ്ങൾ ഹറാമാണ്, ഓൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഹറാമാണ്, ഓൻ താമസിക്കുന്ന വീട് ഹറാമാണ്, അവൻ്റെ വാഹനം ഹറാമാണ്. വഗുദ്ദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഫഅന്നാ യുസ്തജാബു ലിദാലിക, എവിടുന്ന് ഉത്തരം കിട്ടാനാണ്? ഒരു ഉത്തരവും കിട്ടൂല. എന്തുകൊണ്ട്? അവൻ്റെ സമ്പത്തിൽ പാവപ്പെട്ടവൻ്റെ അവകാശമുണ്ട്. സമ്പത്ത് ശുദ്ധീകരിച്ചിട്ടില്ല. സമ്പത്ത് ശുദ്ധീകരിക്കാത്തവൻ പ്രാർത്ഥിച്ചാൽ പോലും ഉത്തരം ലഭിക്കുകയില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ആമുഖമായിട്ട് പറയാനുണ്ട്. ഞാൻ ഇന്ന് കൂടുതൽ ആമുഖമൊന്നും ഇനി പറയാൻ സമയമില്ല. ഈ വിഷയത്തിൻ്റെ കോറിലേക്ക്, പ്രധാനപ്പെട്ട മർമ്മത്തിലേക്ക് മാത്രം ഒന്നുകൊണ്ട് കുറച്ച് സമയം കൂടി പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണകളൊക്കെ പറഞ്ഞു സക്കാത്തിൻ്റെ അവകാശികൾ, സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവർ ആർക്കൊക്കെയാണ്. 8 പേരെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ വിവരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് സക്കാത്ത് കൊടുക്കൽ ആരൊക്കെ കൊടുക്കണം, സക്കാത്ത് കൊടുക്കേണ്ടവരാരാണ്, വലിയ കോടീശ്വരന്മാർ മാത്രമാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ വിഷയമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഏതെങ്കിലും ഫിഖ്ഹിൻ്റെ ഷാഫി മദ്ഹബോ അല്ലെങ്കിൽ ഹനഫി മദ്ഹബോ ഏതെങ്കിലും ഒരു മദ്ഹബിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുന്ന ശീലം എനിക്ക് ഇല്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ, ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുവാൻ പരിശുദ്ധ കിതാബിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയുടെയും വെളിച്ചത്തിൽ അതിൻ്റെയൊക്കെ പുറമെ ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് നട്ടലുണ്ടാക്കി കൊടുക്കാൻ പര്യാപ്തമായ മതമാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ ഷാഫി മദ്ഹബിൽ നിന്നാവാം, ചിലപ്പോൾ ഹനഫി മദ്ഹബിൽ നിന്നാകാം, ചിലപ്പോൾ നിങ്ങൾ കേട്ട് ശീലിച്ചതാവാം, അല്ലാത്തതാവാം, അതിന് വിപരീതമൊക്കെ ആവാം. സംശയമുള്ളവർക്ക് പിന്നീട് എന്നോട് ചോദിക്കാം. അപ്പോൾ ആ നിലക്കുള്ള ഒരു ആമുഖം നേരത്തെയും പറഞ്ഞിരുന്നു, ഇന്നും പറയുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറയുന്നു, ഈ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ചുരുക്കി പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഫീ ഫുഖറാഇഹിം, അത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട സമ്പന്നരായ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ദരിദ്രരായ ആളുകൾക്കാണ് അത് കൊടുക്കേണ്ടത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? മുതലാളിമാർ. ആർക്കാണ് കൊടുക്കേണ്ടത്? പാവപ്പെട്ടവർക്ക്. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മറുപടി. എന്നാൽ സിമ്പിൾ മറുപടി കൊണ്ട് വിഷയം അവസാനിക്കൂല. ആരാണ് മുതലാളി? മുതലാളി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വലിയങ്ങാടിയിൽ വലിയ പലചരക്ക് മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റ് ഉള്ളവൻ മാത്രമാണോ? അല്ല, ഒരിക്കലുമല്ല. മുതലാളി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ ഞാൻ പറയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ അനാമിൻ്റെ 141 രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. കുലൂ മിൻ സമരിഹി ഇദ അസ്മറ വആതു ഹഖഹു യൗമ ഹസാദിഹി. കാർഷിക വിളവെടുപ്പ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷണമായിട്ട് കഴിക്കാം. കൃഷി, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി വിളവെടുപ്പിൻ്റെ സമയമായാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഉടനെ അല്ലാഹ് പറയുന്നു വആതു ഹഖഹു യൗമ ഹസാദിഹി. അത് വിളവെടുപ്പ് നടക്കുന്ന ദിവസം അതിൻ്റെ അവകാശം, പാവപ്പെട്ടവരുടെ അവകാശം അന്ന് തന്നെ നിങ്ങൾ വേർപ്പെടുത്തി പിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും തകർന്ന് പൊട്ടിപ്പാളീസായ ഒരു മേഖലയാണ് അല്ലേ? ഇന്ന് നമ്മൾ ആരും കൃഷി ചെയ്യുന്നില്ല. വളരെ അധ്വാനവും മുതൽ മുടക്കും കായിക ശേഷിയും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് കൃഷി. കൃഷിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലല്ല പറയുന്നത്, അള്ളയാ പറയുന്നത്. വആതു ഹഖഹു, അതിൽ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണം. എന്ന് കൊടുക്കണം? പത്തായത്തിലിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കണം അല്ല പറഞ്ഞത്, വിളവെടുപ്പിൻ്റെ അന്ന് കൊടുക്കണം. വആതു ഹഖഹു യൗമ ഹസാദിഹി, എന്നാണ് നിങ്ങൾ കൊയ്ത്ത് നടത്തുന്നത് അന്ന് കൊടുക്കണം. അപ്പം എത്ര ഉണ്ടാകുമ്പോഴാണ് കൊടുക്കേണ്ടത്? 10 സെൻറ്റ് ഭൂമിയിൽ നെല്ലിൻ്റെ കൃഷി ഇറക്കിയവന് കൊയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 കിൻഡൽ അരി കിട്ടിക്കൊള്ളണം എന്നില്ല. ഓൻ കൊടുക്കണം? വേണ്ട. ഞാൻ ചുരുക്കി പറയുകയാണ്, വളരെ ചുരുക്കിക്കൊണ്ട്, വിശദമായി പറയാൻ സമയമില്ല.
ഒരാൾ കർഷകനാണെങ്കിൽ, നെല്ലിൻ്റെ കൃഷിയാണെങ്കിൽ, അദ്ദേഹം 6 കിൻഡൽ അരി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കണം. 6 കിൻഡൽ അരി ലഭിക്കണമെങ്കിൽ ഏകദേശം 10 കിൻഡൽ നെല്ല് വേണം. അഥവാ 10 കിൻഡൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുത്തനാണെങ്കിൽ ആ നെല്ല് ഉൽപ്പാദിപ്പിച്ച് വിളവെടുക്കുന്ന അതേ ദിവസം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതനുസരിച്ച് അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. 6 കിൻഡൽ അരി എത്ര രൂപ കിട്ടും അങ്ങാടിയിൽ? 6 കിൻഡൽ അരിക്ക് ഒരു മിതമായ വില പറഞ്ഞാൽ 30,000 രൂപ കിട്ടും. അഥവാ 30,000 രൂപ കയ്യിൽ വരുന്നവൻ അവൻ കർഷകനാണ്. കർഷകൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അവതാളത്തിലായവരാണ്. പല കർഷകന്മാരും, അമുസ്ലിമീങ്ങളായ പല കർഷകന്മാരും ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കർഷകനോട് അല്ലാഹു ഖുർആനിൽ പറയാണ്, വിളവെടുപ്പിൻ്റെ അന്ന് കൊടുക്കണം. 6 കിൻഡൽ അരി ഉണ്ടെങ്കിൽ കൊടുക്കണം. എത്ര കൊടുക്കണം? അത് 10% കൊടുക്കുന്ന രീതിയുമുണ്ട്, 5% കൊടുക്കുന്ന രീതിയുമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 5%. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷി നടക്കുന്നത് കൃത്രിമ ജലസേചനവും കൃത്രിമ വളം നൽകലും ഒക്കെ ആയിട്ടാണ്. പഴയ കാലത്ത് കേവലം മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള കൃഷി ഉണ്ടായിരുന്നു. ഒരു ചെലവും കയ്യിൽ നിന്ന് എടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള കൃഷിയാണെങ്കിൽ 10% കൊടുക്കണം. അഥവാ 6 കിൻഡൽ അരിയുടെ സക്കാത്ത് 60 കിലോ അരിയാണ്. 600 കിലോ അരി ഉണ്ടെങ്കിൽ 60 കിലോ അരി സക്കാത്താണ്. നമുക്കത് വേണ്ട. നമുക്ക് 30 കിലോ അരി സക്കാത്ത് കൊടുക്കണം. ഏകദേശം 1500 രൂപ. 30,000 രൂപക്ക് തുല്യമായ അരി കൈവശമുള്ളവൻ 1500 രൂപ എന്നാണോ നമ്മൾ വിളവെടുപ്പ് നടത്തുന്നത് അന്ന് തന്നെ പാവപ്പെട്ടവന് കൊടുക്കണം. അപ്പം ഇവൻ വലിയ കോടീശ്വരനാണോ? എന്ത് കോടീശ്വരൻ? 6 കിൻഡൽ അരി ഉള്ളവൻ എന്ത് കോടീശ്വരനാണ് നമ്മുടെ നാട്ടിൽ? ഓൻ പാവാണ്. പക്ഷെ പാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കണം. സക്കാത്ത് ആണ് അത്. ബാക്കിയുള്ളത് അവന് വീട്ടിൽ പത്തായത്തിലിടാം, അവൻ്റെ ഉമ്മാക്ക് കൊടുക്കുക, വാപ്പാക്ക് കൊടുക്കുക, കുട്ടിക്ക് തിന്നാൻ കൊടുക്കുക, ഇനി ദാനധർമ്മങ്ങളായിട്ട് അങ്ങനെയും കൊടുക്കുക. നിർബന്ധ സക്കാത്ത് എന്ന നിലക്ക് 5% അതിൽ നിന്ന് കൊടുത്തിരിക്കണം. ഇത് നെല്ല്, ഗോതമ്പ് തുടങ്ങിയിട്ടുള്ള, എന്നാൽ ഇപ്പം നെല്ലും ഗോതമ്പും ഒന്നും ഇപ്പം ഇല്ല. അപ്പം എന്താ ചെയ്യുക? അല്ല, തേങ്ങക്കുണ്ടോ? ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ തേങ്ങക്ക് സക്കാത്തില്ല, അടക്കക്ക് സക്കാത്തില്ല, റബ്ബറിന് സക്കാത്തില്ല. അവസാനം നോക്കുമ്പോൾ ഒന്നിനും സക്കാത്ത് ഉണ്ടാവില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മാതിരി പ്രസംഗമൊന്നും നിങ്ങൾ എൻ്റെ അടുക്കെന്ന് പ്രതീക്ഷിക്കരുത് ദയവായിട്ട്. ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി വന്നവനല്ല ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി. നിങ്ങൾ അധ്വാനിച്ചു ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. പിന്നെയോ വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഞാൻ നൽകിയിട്ടുള്ളതിലും സക്കാത്ത് കൊടുക്കണം. ഭൂമിയിൽ നിന്ന് എന്തൊക്കെ കിട്ടുക? അള്ളാൻ്റെ ഔദാര്യമാണ് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഭൂമി നമുക്ക് നൽകുന്നത് മുഴുവനും. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പെട്രോളിന്, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഡീസലിന്, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ലോഹങ്ങൾക്ക്, ഇരുമ്പിന്, ഉരുക്കിന്, വെള്ളിക്ക്, സ്വർണത്തിന്, എല്ലാത്തിനും സക്കാത്ത് ഉണ്ട്. അള്ളാഹു ഭൂമിയിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം നെല്ലിന് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് തടി സലാമത്താക്കാൻ പറ്റില്ല. കുരുമുളകിനും ഉണ്ട്, റബ്ബറിനും ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഈ കണക്ക് എങ്ങനെ ആക്കുക അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. കണക്ക് ആക്കാനുള്ള പല രീതികളും ഉണ്ട്. നെല്ലിനെക്കുറിച്ച് പറയുമ്പോൾ അത് 5% നമ്മുടെ നാട്ടിൽ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാൾ നെല്ല് വിളവെടുപ്പ് നടത്തി നോക്കുമ്പോൾ അയാൾക്ക് 30,000 രൂപയുടെ നെല്ല് ഇല്ല, ഒരു 10,000 രൂപയുടെ നെല്ല ഉള്ളത്. എന്നാൽ അയാളുടെ വളപ്പിൽ, അയാളുടെ കസ്റ്റഡിയിൽ തേങ്ങ ഉണ്ട്, അയാളുടെ കസ്റ്റഡിയിൽ വേറെ കുറേ കുരുമുളകുണ്ട്, റബ്ബറും ഉണ്ട്. ഇങ്ങനെ പല ഐറ്റംസും ഉണ്ട്. കുറേശ്ശെ 5,000 ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ പാട് 2 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. ഇത് മുസ്ലിയാക്കന്മാർ വന്നിട്ട് മറ്റേ ഫത്വ കൊടുക്കും, അതിനില്ല, ഇതിനില്ല, മറ്റേ അവസാനം അയാൾക്ക് സക്കാത്ത് തന്നെ ഇല്ല. അപ്പം ഇനി സക്കാത്ത് കൊടുക്കണമെങ്കിൽ ആര് വരണം? മറ്റേ ആൾ വരണം. ഹൈപ്പർ മോളിൻ്റെ മുതലാളി മാത്രം വരണം. അതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. ഇതിനൊക്കെ സക്കാത്തും ഉണ്ട്. ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് 30,000 രൂപ കയ്യിലുള്ള പാവപ്പെട്ട കർഷകനോട് സക്കാത്ത് കൊടുക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 അല്ല 3 ലക്ഷം രൂപയുള്ളവൻ ഇവിടെ എന്ത് ചെയ്യാണ്? എസ്കേപ്പായി പോവുകയാണ്, ചുളിവിൽ രക്ഷപ്പെടുകയാണ്. അതല്ല ഇസ്ലാം. ചുളിവിൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കണം, അതിൻ്റേത് കൊടുത്തു വിട്ടണം. പിന്നെ വേറെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കണക്ക്. ഇന്നിപ്പോൾ പറഞ്ഞ് എവിടെ എത്തിയെന്ന് വെച്ചാൽ കറൻസി നോട്ടിന് സക്കാത്ത് ഇല്ല എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. കറൻസി നോട്ട് അത് സ്വർണത്തിൻ്റെ സ്ഥാനത്തല്ലല്ലോ, കറൻസി നോട്ടല്ലേ?
അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ ഫിഖ് എന്നാ പറയാ, ഷാഫി മദ്ഹബാന്നൊക്കെ പറയും. ഞങ്ങളാണ് ഷാഫി മദ്ഹബ്. കറൻസി നോട്ടിന് സക്കാത്തില്ല. ബാങ്കിൽ പലിശയില്ല എന്ന് പറയുന്നവരുണ്ട്. ബാങ്കിലെ ഇടപാടുകളിൽ പലിശയില്ല എന്ന് പറയുന്ന തലപ്പാവുധാരികളുണ്ട്. കറൻസി നോട്ട് അത് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും കറൻസി നോട്ടല്ലേ, അതിന് വിലയില്ല, അത് തീയിലിട്ട കത്തിപ്പോവും, സക്കാത്തില്ല. എന്നാലും മൂപ്പരെ പണിയൊക്കെ അതുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ കറൻസി നോട്ട് കൊടുത്തുകൊണ്ടാണ് കൊട്ടാരങ്ങൾ വാങ്ങുന്നത്, ഈ കറൻസി നോട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നത്, ഈ കറൻസി നോട്ടുകൾ കൊടുത്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പൊടിപൊടിക്കുന്നത്. അവിടെ ഒന്നും കറൻസി നോട്ട് ദിനേശ് ബീഡിൻ്റെ സ്ഥാനത്തല്ല, അവിടെ മൂല്യമുള്ള സംഗതിയാണ്. സക്കാത്തിൻ്റെ അവിടെ വരുമ്പം ഒരു ചൊറിച്ചില. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കറൻസി നോട്ടിന് സക്കാത്ത് ഉണ്ട്. എങ്ങനെ കൊടുക്കേണ്ടത്? അത് നമ്മളെ നാട്ടിലെ ആളുകളൊക്കെ പറയൽ സ്വർണത്തിൻ്റെ കണക്കിനാണ്. സ്വർണത്തിൻ്റെ കണക്കും വെള്ളിൻ്റെ കണക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ആളുകളെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതുകൾ നൽകി കൊടുക്കുകയാണ്. സ്വർണത്തിൻ്റെ കണക്കും വെള്ളിൻ്റെ കണക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കാറുണ്ട് പലരും. എങ്ങനെയാണ് സ്വർണത്തിൻ്റെ കണക്ക്? സ്വർണത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 10 പവൻ സ്വർണം കയ്യിലുള്ളവൻ, സ്വർണം അതും തങ്കം, ജ്വല്ലറി എന്ന് വാങ്ങുന്ന സ്വർണ്ണമല്ല, ചെമ്പിൻ്റെ മിശ്രിതമുള്ളതല്ല, ചെമ്പിൻ്റെ കൂട്ടില്ലാത്ത സംശുദ്ധമായ സ്വർണം 10 പവൻ കയ്യിലുണ്ടോ അതിന് സക്കാത്തുണ്ട്. എന്നാൽ വെള്ളിൻ്റെ കണക്കോ? വെള്ളിൻ്റെ കണക്ക് 595 ഗ്രാം വെള്ളി. ഞാൻ ചോദിക്കട്ടെ, 595 ഗ്രാം വെള്ളിക്ക് എത്ര ഉറുപ്പികയുണ്ട്? 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം 40,000-ൻ്റെ മേലെ വരുന്ന കാശേ ഉള്ളൂ. ഒരു 40,000-50,000 ഉറുപ്പ്യ 595 വെള്ളിക്ക്. അതുള്ളവൻ സക്കാത്ത് കൊടുക്കണം. എന്നാൽ സ്വർണത്തിലേക്ക് പോയാലോ? സ്വർണത്തിലേക്ക് പോയാൽ 10 പവൻ സ്വർണ്ണം എത്ര ഉറുപ്പ്യുണ്ട്? 5 ലക്ഷം ഉറുപ്പ്യുണ്ട്. ഇങ്ങനെ ഒരു ദീനുണ്ടോ? അത് ഇങ്ങോട്ട് കുറഞ്ഞാൽ 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട, 40,000 ഉറുപ്പ്യൻ്റെ സക്കാത്ത് കൊടുക്കണം. ഇത് എന്ത് ദീന? ഇത് മനുഷ്യനോട് സംസാരിക്കാൻ പറ്റിയ ദീനാണോ ഇത്? ഞാൻ എൻ്റെ കയ്യിൽ സ്വർണം കൂട്ടി വെച്ചിട്ടുണ്ട് വീട്ടിൽ, ആ സ്വർണം വിറ്റാൽ എത്ര കിട്ടും? 4 ലക്ഷം കിട്ടുള്ളൂ. 5 ആയിട്ടില്ല. 5 ആണെങ്കിൽ കൊടുക്കണം, 5 ആയില്ല, 4 ലക്ഷം കിട്ടുള്ളൂ. വേറെ ഒരാൾ, ഒരു സാധു, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് വേറൊരു സാധു ഉണ്ട്, എന്നെക്കാളും സാധുവാണ്, പക്ഷേ ഓൻ വാങ്ങി വെച്ചിട്ടുള്ളത് വെള്ളിയാണ്. 595 ഗ്രാം വെള്ളിയുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ 10 പവൻ സ്വർണ്ണേ ഉള്ളൂ. എനിക്ക് സക്കാത്തില്ല, ഓന് സക്കാത്തുണ്ട്. മൊലിയാര പ്രസംഗ. എത്ര ഇരട്ടി വ്യത്യാസമുണ്ട്? 10 ഇരട്ടി വ്യത്യാസമുണ്ട്. എന്നെക്കാളും 10 ഇരട്ടി താഴെയുള്ള അവൻ്റെ കയ്യിൽ നിന്ന് സക്കാത്ത് ഈടാക്കുന്നു, അവനെക്കാളും 10 ഇരട്ടി മുകളിലുള്ള എൻ്റെ കയ്യിൽ സക്കാത്ത് ഈടാക്കുന്നില്ല. ഈ വക സക്കാത്ത് നാടകങ്ങൾ നടന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും വാങ്ങുന്നവൻ എന്നും വാങ്ങുന്നവനാണ്, കൊടുക്കുന്നവൻ എന്നും കൊടുക്കുന്നവനാണ്. കഴിഞ്ഞ കൊല്ലം സക്കാത്ത് വാങ്ങിയ ഒരാൾ ഈ കൊല്ലം സക്കാത്ത് വാങ്ങാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. അവൻ്റെ നട്ടല് നമ്മൾ നിവർത്തിയാൻ പിന്നെ വളഞ്ഞിരിക്കാൻ പാടുണ്ടോ? അടുത്ത കൊല്ലം വേറെ ആളുകൾ ഇവിടെ ഉണ്ട്. സക്കാത്തിനെ നമ്മൾ പലവട്ട ആമുഖങ്ങളായിട്ട് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ കൂടെ 28 തവണ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ കൂടെ നോമ്പ് പറഞ്ഞിട്ടില്ല, നിസ്കാരത്തിൻ്റെ കൂടെ ഹജ്ജ് പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിൻ്റെ കൂടെ എണ്ണി പറഞ്ഞിട്ടുള്ളത് സക്കാത്തിനെയാണ്. 28 തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ പല പേരുകളിലും വേറെയും പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതിന്ന് എന്താ മനസ്സിലാകുന്നത്? ഇതിന്ന് മനസ്സിലാകുന്നത് നിസ്കാരം എല്ലാ ദിവസമുള്ള പരിപാടിയാണ്. എല്ലാ ദിവസവും നിസ്കാരമുണ്ട് അല്ലേ? 5 നേരം നിസ്കാരമുണ്ട്. അതുപോലെ എല്ലാ ദിവസവും സക്കാത്തും കൊടുക്കണം. ഇതൊന്നും പറയുമ്പോൾ ഇങ്ങോട്ട് ദഹിക്കൂല. എന്താ ഇപ്പോൾ എല്ലാ ദിവസവും സക്കാത്ത് കൊടുക്കേ? അതൊക്കെ വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല ഞാൻ. അല്ല, എല്ലാ ദിവസവും ശാപ്പാട് വേണ്ടേ? എല്ലാ ദിവസവും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കി, നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി നോക്കി, മരുന്നിന് ബില്ലടക്കാൻ കഴിയാതെ കൈകാട്ടി നിൽക്കുന്ന എത്ര പാവപ്പെട്ടവരുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നോക്കി. ഈ നാട്ടിൽ എല്ലാ ദിവസവും പട്ടിണിയുണ്ട് എങ്കിൽ എല്ലാ ദിവസവും സക്കാത്തും ഉണ്ട്. ഈ നാട്ടിൽ എല്ലാ ദിവസവും രോഗികളുണ്ട് എങ്കിൽ എല്ലാ ദിവസവും സക്കാത്തും ഉണ്ട്. ഈ നാട്ടിൽ എല്ലാ ദിവസവും പാവപ്പെട്ടവരെ ഇറന്ന് നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ എല്ലാ ദിവസവും കഞ്ചാവ് കച്ചവടത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഈ നാട്ടിൽ എല്ലാ ദിവസവും മോഷണം നടത്താൻ വേണ്ടിയുള്ള പ്രചോദനങ്ങളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിൻ്റെയൊക്കെ പരിഹാരമാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള സക്കാത്ത്. അത് എല്ലാ കൊല്ലവും എല്ലാ ദിവസവും എന്ന രീതിയിൽ അത് നടപ്പിൽ വരുത്തപ്പെടേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളിൽ 100% ആളുകൾ നിസ്കരിക്കുന്നവരായിരിക്കണം. എന്നാൽ ഒരു 90% ആളുകളെങ്കിലും സക്കാത്തും കൊടുക്കുന്നവരായിരിക്കണം. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മുസ്ലിമീങ്ങൾ ആരാ നിസ്കരിക്കേണ്ടത്? എല്ലാവരും നിസ്കരിക്കണം. 100 ആളുണ്ടെങ്കിൽ 100 ആൾ നിസ്കരിക്കണം. എങ്കിൽ സക്കാത്ത് ഒരു 4 ആൾ കൊടുത്താൽ മതി. അല്ലല്ലല്ല, സക്കാത്തും അത്യാവശ്യം ഒരു 10-25 ആൾക്കാരൊക്കെ കൊടുക്കണം.
അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിക്കെട്ടി പറഞ്ഞത്. അല്ല അതിനിപ്പോൾ ഞാൻ മുതലാളിയല്ലല്ലോ, ഈ മുതലാളി എന്നുള്ള നിങ്ങളെ എഴുതിണ്ടാക്കിയ കണക്കല്ലല്ലോ. അള്ള കിതാബിൽ പറഞ്ഞു വആതു ഹഖഹു യൗമ ഹസാദിഹി, 30,000 രൂപയുടെ നെല്ലുൽപാദിപ്പിക്കുന്നവനോട് അന്നേത്തെ ദിവസം തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കൊല്ലം കാത്തിരിക്കാൻ പോലും അവൻ അനുമതിയില്ല, അന്നേത്തെ ദിവസം തന്നെ കൊടുക്കണം. അല്ല ഞാനിപ്പോൾ എൻ്റെ 600 കിലോ അരിയിൽ നിന്ന് 30 കിലോ അരി മാറ്റി വെച്ചാൽ ഈ ഒരു കൊല്ലത്തേക്ക് എനിക്ക് ബാക്കിയുള്ള അരി തികയുമോ? അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, 600 രൂപ 700 രൂപ കിട്ടുന്ന ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ ദൃഷ്ടിയിൽ അവർ പാവങ്ങളാണ്. സക്കാത്ത് കൊടുക്കാനൊക്കെ പറയുമ്പോൾ അത് എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഈ ജോലിക്കാരായ ആളുകൾ, ഈ 700 രൂപ 800 രൂപ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഒരു 8-10 ആളുകൾ കൂടിയിട്ടുണ്ടാകും. കമ്പനിയാണ്. കിണർ കുഴിക്കാൻ പോകുന്ന ആളുകൾ, വാർപ്പിൻ്റെ പണിക്ക് പോകുന്ന ആളുകൾ, മണലിൻ്റെ പണിക്ക് പോകുന്ന ആളുകൾ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ മന്തിക്കടയിൽ പോകുന്നില്ലേ? നിങ്ങൾ 7 പേര് 8 പേര് കൂടിയിട്ട് നല്ല മന്തി കിട്ടുന്ന, കുഴിമന്തി കിട്ടുന്ന കടയിൽ നിങ്ങൾ പോകുന്നില്ലേ? പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി വട്ടം വളഞ്ഞ് നല്ല ഭക്ഷണം കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. കൂടെയുള്ള 6 പേരുടെ ബില്ല് നിങ്ങൾ 7ാമത്തെ ആളല്ലേ കൊടുക്കുന്നത്? അത് ശരിയാ, ഞങ്ങൾ 7 ആൾക്കാരുണ്ട്, ഇന്നത്തെ ബില്ല് ഞാൻ കൊടുക്കാം, നാളെ മറ്റവരും കൊടുത്തോളും. സുഹൃത്തുക്കളെ, അവിടെ ഒന്നും എന്താ പ്രശ്നമില്ലാത്തത്? മന്തി കഴിച്ച് 7 ആൾക്കാരെ മന്തി കഴിച്ച് ഒന്നായിട്ട് ബില്ല് വന്ന് നോക്കുമ്പോൾ 2000 ഉറുപ്പ്യ ഉണ്ട്. ഓനാകപ്പാട് ഒരു ദിവസം 600-700 ഉറുപ്പ്യ 700 ഉറുപ്പിക ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് 2000 രൂപയുടെ ഹോട്ടൽ ബില്ലടക്കുമ്പോൾ ഞാൻ ഫക്കീറാന്ന് മിസ്കീനാന്നുള്ള തോന്നലൊന്നും അവന് വരുന്നില്ല. അള്ള സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മിസ്കീനല്ലേ, ഞാൻ സക്കാത്ത് വാങ്ങാൻ പോകേണ്ട ആളാണ്, കൊടുക്കേണ്ട ആളല്ല. അപ്പം സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇന്ന് എല്ലാം കൂടി നിർമ്മാർജ്ജനം ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാട്ടിൽ മര്യാദക്ക് സക്കാത്ത് പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അടിവരയിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ഫക്കീറും മിസ്കീനും ഈ നാട്ടിലുണ്ടാവില്ല. ഗതിയില്ലാതെ അലയുന്ന ഒരു കുട്ടിയും ഈ നാട്ടിലുണ്ടാവില്ല. കൃത്യമായി സക്കാത്ത് പാലിക്കണം. പലരും കൊടുക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ അതൊന്നും വേണ്ട പോലെയല്ല, മുറ പോലെയല്ല, അള്ള പഠിപ്പിച്ചതുപോലെയല്ല. പല ആൾക്കാരും ഓട്ടവളവ് എന്ന് പറയും. ഓട്ടവളവ്, മദ്ഹബ്, മൊയ്യാര് പ്രസംഗത്തിൽ കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വാങ്ങിയവൻ ഇന്നും വാങ്ങാൻ വന്നു, നോൻ തന്നെ നാളെയും വരും. കൊടുക്കുന്നവൻ എന്നും കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ എന്നും വാങ്ങുന്നവൻ, മുതലാളി എന്നും മുതലാളി. നമ്മളെപ്പോഴും പറയലുണ്ട്, പൈസ ഉള്ളവൻ എന്നും പൈസയാണ്, പൈസ ഇല്ലാത്തവൻ എന്നും ദുരിതമാണ്. അങ്ങനെ ആവാൻ പാടില്ല. പൈസ ഇല്ലാത്തവനും ഉയർന്നു വരണം. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല സ്ഥലങ്ങളിലും വളരെ തന്ത്രപരമായി, വളരെ വിവേകപൂർണമായിട്ട് ഈ സക്കാത്തിൻ്റെ പ്രയോഗവൽക്കരണം നടക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ ഒരാളായിട്ട് സംസാരിച്ചു. ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഒരു സക്കാത്ത് ഫൗണ്ടേഷൻ, അദ്ദേഹം എന്നോട് പറയാണ്, ഞങ്ങൾക്ക് വർഷത്തിൽ 2.5 കോടി രൂപ ഞങ്ങളെ ഫൗണ്ടേഷനിൽ സക്കാത്ത് വരുന്നുണ്ട്. 2.5 കോടി രൂപ സക്കാത്ത് ഫൗണ്ടേഷനിൽ വർഷാവർഷം വരുന്നു. ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും കെയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഒരു ഹോസ്പിറ്റലിലെ ബില്ലുമായിട്ട് അവൻ്റെ ഓപ്പറേഷൻ എത്ര? 25 ലക്ഷം രൂപ വേണം. 25 ലക്ഷം രൂപ അവൻ്റെ ഓപ്പറേഷൻ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള തുക സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവൻ എഴുതി കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഒരു കമ്മിറ്റിയെ സമീപിക്കേണ്ട ആവശ്യം അവനില്ല. ഇന്നിപ്പോൾ വന്നാൽ ഒരു പാവപ്പെട്ട രോഗി ഒരു ഉദാഹരണമാണ്. രോഗി എന്ന നിലക്ക് സക്കാത്തൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല കേട്ടോ, വേറെ വിഷയം. ഫക്കീറാണോ മിസ്കീനാണോ നിലക്കേ പറ്റുള്ളൂ, നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫക്കീറായ ഒരു രോഗി വരികയാണ്, ഓന് പിന്നെ ഹോസ്പിറ്റലിൽ ബില്ലടക്കണം. എത്രയാ? അവിടെ 10 ലക്ഷം രൂപയുടെ ബില്ലാണ്. ഓൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം നമ്മളെ കമ്മിറ്റി എന്താ കൊടുക്കുക? ഒരു 50,000 കൊടുത്ത് പിരിച്ചുവിടും. അല്ല, നിങ്ങൾ 50,000 കിട്ടിയിട്ട് ഓൻ എന്ത് ചെയ്യാനാ? ബാക്കി 9.5 ലക്ഷം ഉറുപ്പിക ഇവന് കിട്ടണമെങ്കിൽ ഇവൻ ഇനി എത്ര വാതിൽക്കൽ പോയിട്ട് കൈ കാണിക്കണം? ഇതാണോ ഇസ്ലാമിലെ സക്കാത്ത്? ഒരിക്കലുമല്ല. അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്ന വിധത്തിൽ 10 ലക്ഷം രൂപ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ പര്യാപ്തമായ ഒരു സക്കാത്ത് ഫൗണ്ടേഷൻ ആ പ്രദേശത്തിലില്ലെങ്കിൽ നമ്മളതിൻ്റെ ഉത്തരവാദികളല്ലേ സഹോദരന്മാരെ? അതൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. മുതലാളിമാർ തയ്യാറാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ നാട്ടിലെ മുതലാളിമാർ സക്കാത്ത് കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. ഒരാളെക്കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണയില്ല. പക്ഷേ മുതലാളിമാരെ വഴി തെറ്റിച്ചു വിടുന്നത് വേറെ ചില ആളുകളാണ്. അവരെയാണ് സൂക്ഷിക്കേണ്ടത്. അവരാണ് ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന പിശാചുക്കളാണ് അവരെ സൂക്ഷിക്കണം. ഒരു മുതലാളിയെയും ആക്ഷേപിക്കേണ്ടതില്ല. മുതലാളിമാരൊക്കെ മര്യാദക്ക് സക്കാത്ത് കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള പണിയാണത്. സക്കാത്ത് കൊടുക്കുന്ന അമുസ്ലിമിൻ്റെ കഥ പോലും ഞാൻ കേട്ടിട്ടുണ്ട്. നോൺ മുസ്ലിമാണ്.
അദ്ദേഹം കൂറ് കച്ചവടക്കാരനാണ്, ഷെയർ ബിസിനസ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കച്ചവടക്കാരനായ ഷെയർ ഹോൾഡർ ഒരു അറബിയാണ്. അറബി അദ്ദേഹത്തോട് പറയും, നമ്മുടെ ബിസിനസ്സിൻ്റെ കണക്കെടുപ്പ് വർഷം നടത്തണം. അതെന്തിനാ? അത് എനിക്ക് എല്ലാ വർഷവും ഇത്ര സംഖ്യ, ഇത്ര തുക എൻ്റെ തുകയല്ല, അത് പാവപ്പെട്ടവരുടേതാണ്. അതുകൊണ്ട് ഞാൻ ആ വിഹിതം മാറ്റിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്കൊരുപാട് ബറക്കത്തുകളുണ്ട്, എൻ്റെ ബിസിനസ് വിജയിക്കുന്നുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് എന്നോട് സ്നേഹമുണ്ട്, എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം കാണുന്നുണ്ട്. ഒരു നോൺ മുസ്ലിമായ ആൾ പറയുകയാണ്, അറബിയായ എൻ്റെ സഹ ബിസിനസ്സുകാരൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും എൻ്റെ സമ്പത്തിൽ നിന്ന് വർഷാവർഷം 2.5% മാറ്റിവെക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിൻ്റെ ബറക്കത്ത് അവൻ പോലും ആസ്വദിക്കുകയാണ്. അപ്പോഴാണോ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന മുതലാളി സക്കാത്ത് കൊടുക്കൂല എന്ന് നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമല്ല, അവർ സക്കാത്ത് കൊടുക്കും. പക്ഷേ അവരെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള വിദ്യ നമ്മുടെ പണ്ഡിത നേതൃത്വത്തിൻ്റെ കൈവശമില്ല, നമ്മുടെ കാരണവന്മാരെ കൈവശമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സക്കാത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പേടിയാണ്. കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല എന്ന് പറയുന്നവരുണ്ട്. കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്. എന്നിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവനായി തന്നെ ഒരു തൊലഞ്ഞ ജീവിതവുമായി മുന്നോട്ട് വിടുന്ന ഈ വക എന്താണ് അവരെ പറ്റി നമ്മൾ പറയുക? സാമൂഹ്യ ദ്രോഹികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫിഖ്ഹിൻ്റെ പേരിൽ അവർ സംസാരിക്കുന്നു, ഒരു ഫിഖ്ഹും അവർക്ക് ഇല്ല. ബാങ്കിൽ പലിശ ഇല്ല എന്ന് വരെ പറയുന്നു, കറൻസി നോട്ടിൽ സക്കാത്തില്ല എന്ന് വരെ പറയുന്നു. എന്ത് ഫിഖ്ഹാണ് ഇത്? അള്ളാഹുവിൻ്റെ ദീൻ വികൃതമാക്കലല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ സക്കാത്ത് സ്വർണത്തിൻ്റെതുണ്ട്. അപ്പോൾ നമ്മളെന്താ ചുരുക്കി പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിയുടെ കണക്കാണ് നമ്മുടെ കച്ചവടത്തിലൊക്കെ കൂട്ടേണ്ടത്, അഥവാ 50,000 രൂപ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്, സമയം ദീർഘിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഏകദേശം 40,000-ൻ്റെയും 50,000-ൻ്റെയും ഇടയിലുള്ള സംഖ്യയാണ് ഈ കറൻസിയുടെയും അതുപോലെയുള്ള നാണ്യവിളകളുടെയും, തേങ്ങ പോലെയുള്ള നാണ്യവിളകളുടെയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല സംഗതികളുടെയും സക്കാത്തിൻ്റെ നിസാബ്. നിസാബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ തോത് 45,000 രൂപ, അതായത് 595 ഗ്രാം വെള്ളിയുടെ പൈസ. ഒരാളെ പീടികയിൽ, ഒരാളുടെ കച്ചവട സ്ഥാപനത്തിൽ ഒരു 45,000 രൂപ വർഷത്തിൻ്റെ അവസാനമുണ്ടോ, അയാൾ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ 1000 ചില്ലാനം രൂപ സക്കാത്തായിട്ട് കൊടുക്കണം. 80,000 രൂപയുണ്ടോ എങ്കിൽ 2,000 രൂപ സക്കാത്ത് കൊടുക്കണം. 1,00,000 രൂപ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടോ 2,500 രൂപ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും കുറേ ആളുകൾ സക്കാത്ത് കൊടുക്കാനുള്ളവരാ. അതുകൊണ്ട് ഓരാരും പട്ടിണിയാവുകയില്ല. അത് വെറുതെ പറയാണ്. ഞാനൊക്കെ സക്കാത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ ഹോട്ടലിൽ പോയി മന്തി കഴിക്കുന്നു, സുഖമായി തിരിച്ചു പോരുന്നു, പിറ്റത്തെ ആഴ്ചയും മന്തി കഴിക്കുന്നു. അവരാരെങ്കിലും തൊലഞ്ഞു പോയിട്ടുണ്ടോ? അവർ പട്ടിണിയിലായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വക പേടിയൊന്നും ഒരിക്കലും ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതില്ല. മാത്രമല്ല, നമ്മൾ ഈ രീതിയിൽ ഇത് പ്രയോഗവൽക്കരിച്ചാൽ അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങാൻ ഇവിടെ ആളുണ്ടാവില്ല. അപ്പം നമുക്ക് പുറത്തേക്ക് കൊടുക്കാം. പുറത്ത് മുസ്ലിം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സമുദായത്തിലുണ്ട്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്, നമ്മൾ പലവട്ടം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് വളരെ വികസിതമായ രീതിയിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണമെന്ന് മാത്രം ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.